ക്രിക്കറ്റ് കളിയിൽ പൊതുവെ മികച്ച അഭിപ്രായം ലഭിക്കാറുള്ളത് ബാറ്റ്സ്മാൻമാർക്കാണ്. എന്നാൽ ചില ബൗളേഴ്സ് അവരുടെ വ്യത്യസ്തമായ ബൗളിംഗ് ശൈലി കൊണ്ട് എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അത്തരത്തിൽ ബൗളിംഗ് ആക്ഷൻ കൊണ്ട് ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ച ചില ബൗളർമാരെ കുറിച്ചാണ് 1-2-3 ഫാക്ട്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. ഒന്നാമതായി എമ്മൊലോക്കി മുഖെറ്റ്സി. ക്രിക്കറ്റിൽ ശോഭിക്കാത്ത ഒരു രാജ്യമാണ് ബോട്സ്വാന. അതുകൊണ്ട് തന്നെ ആ ടീമിന്റെ കളിക്കാരെക്കുറിച്ചും അധികമൊന്നും കേട്ടുകാണില്ല. ICC 2019 പുറത്തുവിട്ട ഉഗാണ്ടയിൽ വെച്ച് നടന്ന T20 ക്രിക്കറ്റിലാണ് മുഖെറ്റ്സി ഫേമസ് ആവുന്നത്. പൂച്ചകൾ ഇരയെ പിടിക്കാൻ പോകുന്നത് പോലെ ബോളുമായി സ്റ്റംപിന് പുറകിൽ നിന്നും മെല്ലെ നടന്നുവന്ന ബോൾ ചെയ്യുന്ന മുഖെറ്റ്സിയുടെ ആക്ഷൻ വളരെ കൗതുകരമായിരുന്നു. അറിയപ്പെടുന്ന ഒരു ടീമല്ലാത്തതുകൊണ്ട് തന്നെ മുഖെറ്റ്സി അധികമൊന്നും പരിചിതമല്ലാത്ത ഒരു മുഖമായി മാറി. പെയ്വൽ ഫ്ലോറിൻ. യൂറോപ്യൻ ക്രിക്കറ്റ് ലീഗിൽ കണ്ടെത്തിയ ഒരു വ്യത്യസ്തനായ ബൗളറാണ് പെയ്വൽ ഫ്ലോറിൻ. ബോഡിഗാർഡ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഇദ്ദേഹം ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം കൊണ്ട് റുമാനിയൻ ടീമിൽ അംഗമാവുകയായിരുന്നു. സാധാരണ ബൗളർമാരെ പോലെയല്ല ഇദ്ദേഹം. പന്തെറിയാൻ അറിയാത്ത ഒരാളെപ്പോലെ ബോൾ ഇട്ടുകൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ബോളിംഗ് ആക്ഷൻ. നിരവധി വിമർശനങ്ങളും കളിയാക്കലുകളും ഉണ്ടായെങ്കിലും അതൊന്നും ഫ്ലോറിനെ തളർത്തിയില്ല. താൻ ഇതേ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഫ്ലോറിന്റെ നിലപാട്. ദേബാശിഷ് മൊഹന്തി. ഇന്ത്യൻ ടീമിൽ നിരവധി ബൗളർമാർ ഉണ്ടായിട്ടുണ്ട്. ലോകോത്തര കളിക്കാരുടെ ഇടയിൽ ചേർന്ന് നിർത്താവുന്ന ആ കളിക്കാർക്കിടയിൽ ബോളിംഗിലെ വ്യത്യസ്ത ആക്ഷൻ കൊണ്ട് പ്രശസ്തനായ ഒരാളാണ് ദേബാശിഷ് മൊഹന്തി. 45 ഏകദിനങ്ങളും 2 ടെസ്റ്റ് മാച്ചുകളും ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഇദ്ദേഹം കൈകൾ പ്രത്യേകമായ ഒരു രീതിയിൽ താഴേക്ക് ചലിപ്പിച്ചതിനു ശേഷമാണ് ബോൾ ചെയ്തിരുന്നത്. നല്ല ലൈൻ ആൻഡ് ലെങ്ത്തിൽ ബോൾ ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഇദ്ദേഹം ഒരിക്കൽ 3 കളികളിൽ സയ്യിദ് അൻവറിനെ തുടർച്ചയായി പുറത്താക്കിയിരുന്നു. കെവിൻ കൊത്തികൊണ്ട. 2018-19 2020 ക്രിക്കറ്റിൽ ഗള്ളി ക്രിക്കറ്റ് ക്ലബിലൂടെ ഉയർന്നു വന്ന ശ്രീലങ്കൻ പ്ലെയറാണ് കെവിൻ കൊത്തികൊണ്ട. ബോളിംഗിലെ ഇദ്ദേഹത്തിന്റെ ആക്ഷൻ കണ്ടാൽ എങ്ങനെയാണ് പന്തെറിയുന്നത് എന്ന് അത്ഭുതം തോന്നിപ്പോകും. ഓടി വന്ന കൈകൾ തലയ്ക്ക് മുകളിലൂടെ കറക്കി താഴോട്ട് നോക്കിയാണ് ഇദ്ദേഹം പന്തെറിയാറുള്ളത്. അതുകൊണ്ട് തന്നെ പിച്ച് കൃത്യമായി കാണാൻ കഴിയാറുണ്ടായിരുന്നില്ല. ഇത് നല്ല ലൈൻ ആൻഡ് ലെങ്ത് ബോൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിയാതെ വന്നു. പിന്നീട് വളരെ ശ്രമകരമായ ട്രെയിനിങ്ങിലൂടെ ഇദ്ദേഹം പന്ത് കൃത്യമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ തുടങ്ങിയപ്പോൾ ബാറ്റ്സ്മാൻമാർക്ക് ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ട് ഈ താരം. പോൾ ആഡംസ്. 90കളിലെ സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ ആയിരുന്നു പോൾ ആഡംസ്. തന്റെ ബൗളിംഗ് ശൈലി കൊണ്ട് കുറച്ചുകാലം തിളങ്ങുകയും പിന്നീട് അതേ ശൈലി കൊണ്ട് കളിയിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൈകറക്കി തലയ്ക്ക് മുകളിലൂടെ ബോൾ സ്പിൻ ചെയ്തെറിഞ്ഞിരുന്ന ഇദ്ദേഹം ഒരു ഇടംകൈയൻ ബോളറായിരുന്നു. തുടക്കത്തിൽ ബാറ്റ്സ്മാന് ബോൾ വീഴുന്നതും ടേൺ ചെയ്യുന്നതും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തത് പോളിന്റെ ബോളിംഗ് കഴിവായി വിലയിരുത്തി. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ ഓവറുകൾ കളിക്കാൻ പാകത്തിന് എതിർ ടീമിലെ ബാറ്റിംഗ് ശൈലി മാറിയപ്പോൾ ഏറ്റവും കൂടുതൽ പഴി കേട്ടതും ഈ ശൈലിക്ക് തന്നെയാണ്. പിന്നീട് അദ്ദേഹം ടീമിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. ശിവ സിംഗ്. ഉത്തർപ്രദേശിൽ 2018 നടത്തിയ വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച ശിവ സിംഗ് ബോൾ ചെയ്യുന്നതിന് മുൻപ് ഓടി വന്ന 360 ഡിഗ്രിയിൽ ഒന്ന് കറങ്ങിയതിനു ശേഷമാണ് ബോൾ എറിയുന്നത്. എന്നാൽ അമ്പയർ ഉടനെ തന്നെ ഡെഡ് ബോൾ വിളിക്കുകയും ആക്ഷൻ മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എതിർവാദങ്ങൾ ശിവ ഉന്നയിച്ചെങ്കിലും ആക്ഷൻ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചില്ല. ജെഫ് തോംസൺ. ഓസ്ട്രേലിയൻ ബോളർമാർ എന്നും ക്രിക്കറ്റിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്നവരാണ്. അതിൽ 70-80 കാലഘട്ടങ്ങളിൽ ബാറ്റ്സ്മാൻമാരുടെ പേടി സ്വപ്നമായിരുന്നു ജെഫ് റോബർട്ട് തോംസൺ. തൊമ്മോ എന്ന് വിളിപ്പേരുള്ള ഇദ്ദേഹം ആ കാലത്ത് ഏറ്റവും കൂടുതൽ വേഗതയിൽ ബോൾ ചെയ്യുന്ന കളിക്കാരനായിരുന്നു. ബോളിംഗിന് സ്പീഡ് കൂട്ടാൻ വേണ്ടി കൈകൾ നിവർത്തി പ്രത്യേക രീതിയിലാണ് ജെഫ് ബോൾ ചെയ്തിരുന്നത്. ലസിത് മലിംഗ. ശ്രീലങ്കൻ ക്രിക്കറ്റിലെ മികച്ച ബോളർമാരിൽ ഒരാളാണ് ലസിത് മലിംഗ. നാട്ടിൻപുറങ്ങളിൽ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾ കൈവീശി മാവിലേക്ക് എറിയുന്ന രീതിയിൽ ബോൾ ചെയ്യാറുണ്ട്. ഏതാണ്ട് ഇതേപോലെ ഒരു ആക്ഷനിലാണ് മലിംഗ ബോൾ ചെയ്യുന്നത്. നിരവധി വിമർശനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മലിംഗയുടെ ബോളിംഗ് ക്രിക്കറ്റിൽ നിഷേധിച്ചിട്ടില്ല. ജസ്പ്രീത് ബുംറ. ഇന്ത്യൻ ബോളർമാരിൽ ഇന്ന് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കളിക്കാരനാണ് ജസ്പ്രീത് ബുംറ. വളരെ വ്യത്യസ്തമായി ബോളിംഗ് ആക്ഷനുള്ള ഇദ്ദേഹം അതിസമർത്ഥമായി യോർക്കറുകൾ എറിയാൻ മിടുക്ക് കാണിക്കാറുണ്ട്. നിർണായകമായ ഇന്ത്യയുടെ പല വിജയ നിമിഷങ്ങളിലും ബുംറയുടെ അനുകരണീയമല്ലാത്ത ബോളിംഗ് ശൈലി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. വിരാട് കോഹ്ലി. ബാറ്റിംഗിൽ തിളങ്ങുന്ന കളിക്കാർ പൊതുവെ ബോളിംഗിൽ പിന്നിലായിരിക്കും. എന്നാൽ ബാറ്റിംഗിൽ റെക്കോർഡുകൾ വാരിക്കൂട്ടുന്ന ഇന്ത്യൻ പ്ലെയറാണ് വിരാട് കോഹ്ലി. അദ്ദേഹം ചുരുങ്ങിയ മത്സരങ്ങളിൽ മാത്രമേ ബോൾ ചെയ്തിട്ടുള്ളൂവെങ്കിലും വളരെ മികച്ചൊരു ബോളിംഗ് ആക്ഷൻ ഉപയോഗിക്കാറുണ്ട്. ബോളിന് പേസ് കൂട്ടാൻ പാകത്തിൽ 2 കൈകളും ഒരുമിച്ച് ചുറ്റിച്ചാണ്
ബോൾ എറിയാറുള്ളത്. ഈ വീഡിയോയിൽ ആരുടെ ബൗളിംഗ് ആക്ഷനാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയതെന്ന് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.